മിഷൻ സ്റ്റേഷൻ CMI വൈദികർക്ക് കൈമാറുന്നത്. റൈറ്റ് റവറൻ സിലാസസ് ഇഞ്ചുറു എന്ന മെറു രൂപതയുടെ ബിഷപ്പിന്റെ ക്ഷണപ്രകാരം കോയമ്പത്തൂരിലെ പ്രേഷിത പ്രൊവിൻസിൽ നിന്ന് വന്ന ഫാദർ പോൾസണും ഫാദർ റാഫേലും ഇവിടെ മിഷൻ പ്രവർത്തനം ആരംഭിച്ചു. ഫാദർ ജോൺ ഇലവത്തുങ്കലാണ് ഈ ഇടവകയുടെ ഇപ്പോഴത്തെ വികാരി. ആശ്രയമില്ലാതെ അകന്നു പോകുന്നവരെ നെഞ്ചോട് ചേർത്തു നിർത്തുന്നു ഇവിടെ ഫാദർ ജോൺ. കിമേറു എന്ന ഭാഷയിലാണ് ഞങ്ങളിവിടെ സംസാരിക്കുന്നതും കുർബാന അർപ്പിക്കുന്നതുമൊക്കെ. അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നാരിത്വറിയ ഇതേനറിയ മുത്താനറിയമോയ മുഖേമ്പു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്നുള്ളൊരു കാര്യം മാത്രമേ ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. ഈ ഭാഷയും ഇവിടെയുള്ള വസ്ത്രധാരണവും ഭക്ഷണ രീതിയും ഒക്കെ കെനിയയുടെ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമാണ്. വളരെ സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളാണ് ഞങ്ങൾക്കിവിടെയുള്ളത്. മേറു ട്രൈബ്. ഈ ഓരോ ട്രൈബിനും അവരുടേതായിട്ടുള്ള പ്രത്യേകതകളും വ്യത്യസ്തതകളും എല്ലാറ്റിലുമുണ്ട്. ഈ ശവടപ്പിലുണ്ട്, കല്യാണങ്ങളിലുണ്ട്, മാമോദീസായിലുണ്ട്, എല്ലാറ്റിലും അവർക്ക് ഓരോ തരത്തിലുള്ള പ്രത്യേകതകളുണ്ട്. ഇനി ഞങ്ങളിവിടെ ചെയ്യുന്ന പ്രധാനമായിട്ടുള്ള പരിപാടികൾ സാധാരണ പോലെ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത് പോലെയുള്ള ഒരു കുർബാന, ഞായറാഴ്ചകളിലെ കുർബാന വളരെയധികം പ്രാധാന്യത്തോടെ ഞങ്ങൾ അർപ്പിക്കാറുണ്ട്. ഇവിടെ പല പല സ്റ്റേഷനുകളിൽ ഞങ്ങൾക്കിവിടെ 9 സ്റ്റേഷൻസ് ഉണ്ട്. ഞങ്ങൾ 2 അച്ഛന്മാർ ഇവിടെ ജോലി ചെയ്യുന്നുമുണ്ട്. ഈ 9 അച്ഛന്മാർ കൂടിയിട്ട് 9 സ്റ്റേഷൻസും കവർ ചെയ്യുവാനായിട്ട് ഞങ്ങൾ പരിശ്രമിക്കാറുണ്ട്. ചില അവസരങ്ങളിൽ പ്രത്യേകിച്ച് മഴക്കാലത്ത് ഞങ്ങൾക്ക് അതിനൊരിക്കലും മുഴുവനായിട്ട് സാധിക്കാറില്ല. കാരണം ഇവിടുത്തെ റോഡുകളൊക്കെ ചെളി പിടിച്ച് കിടക്കുന്ന റോഡുകൾ. മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ കിടക്കുന്ന ലാൻഡ് റോവർ പോലും ഞങ്ങൾക്ക് ഉപയോഗമില്ലാതാകും. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു നടരാജ ട്രാൻസ്പോർട്ട് മാത്രമേ ഇവിടെ വർക്കാവുകയുള്ളൂ. കുർബാനയ്ക്ക് ശേഷം പല സ്ഥലങ്ങളിലും വയസ്സായവർക്ക് വേണ്ടിയിട്ട് കുർബാനയ്ക്ക് കൊടുക്കാനും അതുപോലെ തന്നെ അവരുടെ ആധ്യാത്മിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനും ഒക്കെ ഞങ്ങൾ വളരെയധികം പരിശ്രമിക്കാറുണ്ട്. ഞങ്ങളുടെയൊക്കെ മാതൃകയും മധ്യസ്ഥനുമായ അതുപോലെ തന്നെ ഞങ്ങളുടെ സഭയുടെ സ്ഥാപകനായ ചാവറയച്ചൻ്റെ പ്രേരണയാൽ ഇവിടെയും ഞങ്ങളൊരു ചെറിയ സ്കൂൾ തുടങ്ങി കുട്ടികൾക്ക് നല്ല ക്വാളിറ്റി വിദ്യാഭ്യാസം നൽകാനായിട്ടും ഇവിടെ പരിശ്രമിക്കുന്നുണ്ട്. സഭ സമൂഹത്തിന് തണലാകുന്ന ചരിത്രം ഈ കറുത്ത വംശജരുടെ നാടിനുമുണ്ട്. CMI സന്യാസ സമൂഹത്തിന്റെ തീഷ്ണ സമർപ്പണമാണ് ഈ വരണ്ട ഇടങ്ങളിൽ ചുരുങ്ങിയ കാലയളവിൽ ആത്മീയതയുടെ നീരുറവകൾ പൊടിയാനിടയാക്കിയത്. വിദ്യാഭ്യാസ രംഗത്തും ആത്മീയ മേഖലയിലും സാമൂഹ്യ പരിഷ്കരണത്തിനും ഇവർക്ക് കൈത്താങ്ങായി ഇവരോടൊപ്പം ജീവിക്കുന്ന CMI വൈദികരുടെ സേവന മാതൃകയെ പിൻചെന്ന് FCC, വിൻസെൻഷ്യൻ ഫാദേഴ്സ്, CMC തുടങ്ങിയ സന്യാസ സഭകളും ഇവിടെ എത്തി. ക്രൂശിതന്റെ വചനത്തെ ജീവിതത്തോടും ജീവനോട് തന്നെയും ചേർത്തുവെച്ച് ഇവിടെ എത്തിയ മിഷണറിമാർ പച്ച മണ്ണിനെ എന്ന പോലെ ഇവിടെയുള്ളവരുടെ ജീവിതത്തെ തൊട്ടു. അവരിൽ വിശ്വാസത്തിന്റെ നാമ്പുകൾ ഉണ്ടായപ്പോൾ കെനിയയിലെ സഭ വളരാൻ ആരംഭിച്ചു. സേവന രംഗത്തെ സഹനങ്ങളൊന്നും തന്നെ മിഷണറിമാരുടെ തീഷ്ണതയിൽ ഒട്ടും കുറവ് വരുത്തിയിട്ടില്ല. വേലക്കാർ ചുരുക്കമുള്ള വിളഭൂമിയിലെ നല്ല ഓർമ്മകളിൽ നിന്ന് നമുക്ക് തിരിച്ചു മടങ്ങാം. ഈ മിഷണറിമാരിലൂടെ ഈ നാടറിഞ്ഞ ദൈവിക നന്മയെ പ്രതി ദൈവസന്നിധിയിൽ കൈകൾ കൂപ്പാം. പ്രേഷിത വൃത്തിയിൽ മനസ്സുകൊണ്ട് നമുക്കും പങ്കുചേരാം.